മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കട്ടെ എന്ന് പലതവണ തമാശയായി തന്നെ പ്രിയങ്ക ചോദിച്ചിരുന്നു. രാഹുലിന്റെ വയനാടൻ സ്ഥാനാർത്ഥിത്വം പോലെ തന്നെ മറ്റൊരു തിരഞ്ഞെടുപ്പ് സർജിക്കൽ സ്ട്രൈക്കായിരുന്നു മോദിക്കെതിരെ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന ആ ബിഗ് ബ്രേക്കിംഗ്. ആദ്യ മത്സരത്തിൽ തന്നെ പ്രിയങ്ക മത്സരിച്ച് തോക്കണോ എന്ന് പലരും ചോദ്യവും ഉയർത്തുന്നുണ്ട്. എങ്കിലും മുന്നിലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ കാര്യങ്ങൾ അത്ര സുഗമമാകില്ല മോദിക്കെന്ന വിലയിരുത്തലുകളുമുണ്ട്. പക്ഷേ വാരണാസി ഒരിക്കലും മോദിയെ കൈവിടില്ലെന്ന് ഓരോ തിരഞ്ഞെടുപ്പും ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വാരണാസിയിൽ മോദിയെ പ്രിയങ്ക പേടിക്കണം. നന്നായി കൂട്ടിയും കുറച്ചും കണക്കുകൾ കൃത്യമാക്കിയിട്ട് വേണം ഇന്ദിരയുടെ കൊച്ചുമകൾ കളത്തിലിറങ്ങാൻ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് വാരണാസി. ആകെ വോട്ടുകൾ 15 ലക്ഷം. 6,94,209 വോട്ടർമാർ സ്ത്രീകൾ, 8,67,645 പുരുഷ വോട്ടർമാർ. ആകെ 5 നിയമസഭാ മണ്ഡലങ്ങൾ, 3 എണ്ണം അർബൻ, 2 എണ്ണം റൂറൽ. 58,122 2014 വാരണാസിയിൽ നിന്ന് മോദി നേടിയ വോട്ടുകൾ. 2,92,038 വോട്ടുകൾ നേടി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ 2ാം സ്ഥാനത്ത്. 2009 ജയിച്ചത് മുരളി മനോഹർ ജോഷി. നേടിയത് 2,31,022 വോട്ടുകൾ, 17,000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. 2004 വാരണാസി തിരഞ്ഞെടുത്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ രാജേഷ് കുമാർ മിശ്രയെയാണ്. പക്ഷേ അപ്പോഴൊന്നും BJP പതറിയില്ല. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇങ്ങോട്ട്. 1957 മുതലുള്ള തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിനും BJPക്കും ഒപ്പം നിന്ന ചരിത്രമുണ്ട് വാരണാസിക്ക്. 6 തവണ വീതം കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളെ വാരണാസി വോട്ടർമാർ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു. ഓരോ തവണ വീതം ജനതാദളും CPMഉം വിജയിച്ചു. കഴിഞ്ഞ തവണ OBC വിഭാഗം പൂർണ്ണമായും നരേന്ദ്രമോദിയെ പിന്താങ്ങിയിരുന്നു. SPയും BSPയും ആം ആദ്മിയും മത്സരിച്ച വാരണാസി ചതുഷ്കോണ മത്സരത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. 2004 മുരളി മനോഹർ ജോഷി 17,000 വോട്ടിന് കഷ്ടിച്ചാണ് ജയിച്ചത്. ഇത്തവണ പ്രിയങ്ക എത്തുകയും SPയും BSPയും പിന്മാറുകയും ചെയ്താൽ മോദി വിയർക്കുക തന്നെ ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. വാരണാസിയിൽ പ്രിയങ്ക കളത്തിലിറങ്ങിയാൽ മോദിക്ക് പ്രചരണത്തിനായി കൂടുതൽ സമയം അവിടെ ചെലവഴിക്കേണ്ടി വരും. രാഹുൽ രാജ്യത്തുടനീളം പ്രചരണം നടത്തുമ്പോൾ മോദിയെ വാരണാസിയിൽ തളച്ചിടുന്നത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന ചിന്തയും കോൺഗ്രസിലുണ്ട്. ഇനി ഗംഗാതീരം കാത്തിരിക്കുകയാണ് ആരാണ് തങ്ങളുടെ അടുത്ത പ്രിയ നേതാവ് എന്നറിയാൻ. മോദിയെ കൈവിടാൻ വാരണാസി തയ്യാറാകാതെ വരുന്ന സ്ഥിതിയാണെങ്കിൽ കന്നി അംഗത്തിനൊരുങ്ങുന്ന പ്രിയങ്കയ്ക്ക് അത് വലിയ തിരിച്ചടി തന്നെയാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.